കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് CPU അതുപോലെ തന്നെ IRB ഫയർമാൻ ഇതിൻ്റെയൊക്കെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്ത് എല്ലാവരും തന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ ഉദ്യോഗാർത്ഥികൾക്കുള്ള സംശയമാണ്. ഇതിൽ CPU എക്സാമും IRB എക്സാമിൻ്റെതും ഡേറ്റ് ഒരേ ദിവസമാണ് കൺഫർമേഷൻ ഇതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് 2 എക്സാമും ഒരുമിച്ച് നടത്തി സെപ്പറേറ്റ് കട്ട് ഓഫ് ഇട്ട് ഒരു ലിസ്റ്റ് വരുമെന്നാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതല്ലാതെ ഈ കൺഫർമേഷൻ വന്ന പല എക്സാമുകളും മാറ്റിവെക്കുക ഉണ്ടായിട്ടുണ്ട്. എക്സാം അടുപ്പിച്ച് ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നൊരു സന്ദർഭം കേരള PSC നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയും നടക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ ഇപ്പം ജൂലൈ 26-നാണ് പരീക്ഷയെങ്കിൽ ജൂലൈ 26 മാറ്റി നമുക്കത് CPU ജൂലൈ 26-നും അതുപോലെ തന്നെ IRB അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടും അങ്ങനെയാക്കാനുള്ള സാധ്യതയും കേരള PSC ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുമിച്ചാണ് നടത്തുന്നതെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ പോലും വലിയ ബറ്റാലിയൻ പോലീസ് CPയുടെ വലിയ ബറ്റാലിയനിൽ വരുന്ന കട്ട് ഓഫിനെക്കാട്ടും ആ ഒരു റേഞ്ചും അതിനോട് അടുത്തുള്ള റേഞ്ചിൽ നിൽക്കാനാണ് IRBക്ക് കട്ട് ഓഫ് സാധ്യത. ഇനി IRBയുടെ എക്സാം വളരെ ടൈറ്റ് ആയിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലെ IRBയുടെ എക്സാം CP എക്സാമിനെക്കാട്ടും കുറച്ചുകൂടെ കടുപ്പായിരുന്നു 10th ലെവലാണെങ്കിൽ കൂടെ. അങ്ങനെയാണെങ്കിൽ CPയുടെ കട്ട് ഓഫിനെക്കാട്ടും കുറച്ചുകൂടെ താഴാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 3 കിലോമീറ്റർ എൻഡൂറൻസ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ 3 കിലോമീറ്റർ എൻഡൂറൻസ് ടെസ്റ്റ് 13 മിനിറ്റിന് കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അതൊരു നിസ്സാര കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം CPയുടെ ഫിസിക്കലും ഇതിൻ്റെ ഫിസിക്കലിനും മെയിൻ വ്യത്യാസം വെച്ചാൽ ഫിസിക്കൽ സെയിം ആണ്. 10 ഐറ്റത്തിൽ 8 ഐറ്റം പാസ്സായാൽ മതി. പക്ഷേ ഈ എൻഡൂറൻസ് IRBക്ക് ഉണ്ട്, CPUവിനില്ല. ഈ എൻഡൂറൻസ് കഴിഞ്ഞ പ്രാവശ്യം 11,000 ആളെയാണ് ഈ എൻഡൂറൻസിന് വേണ്ടി സെലക്ട് ചെയ്തത്. എൻഡൂറൻസും കഴിഞ്ഞ് ഫിസിക്കലും കഴിഞ്ഞ് മെയിൻ ലിസ്റ്റിൽ ഏകദേശം 700ഓളം പേരാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്രയും കുറവ് വരുന്നുണ്ടെങ്കിൽ 7,000 പേരാണ് അന്ന് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായത്. അതിൻ്റെ നേരെ 700 കുറഞ്ഞിട്ടുണ്ട് എൻഡൂറൻസും ഫിസിക്കലും കഴിയുമ്പോഴത്തേക്കും. സാധാരണ CPU ഇപ്പോൾ 2,000 ആളെ മെയിൻ ലിസ്റ്റ് ആണെങ്കിൽ 1000 ആളായിട്ടാണ് കുറയാറുള്ളത് ഫിസിക്കൽ കഴിയുമ്പോൾ. ഇത് പകുതിയായിട്ടല്ല കുറയുന്നത്, ഇത് ആകെ കുറഞ്ഞൊരു അളവിലേക്ക് കുറഞ്ഞു വന്ന എൻഡൂറൻസ്. കാരണം 3 കിലോമീറ്റർ 13 മിനിറ്റ് ഓടണമെങ്കിൽ ഏകദേശം നമ്മുടെ പെർഫോമൻസ് ഒരു അത്ലറ്റിക് ലെവലിലുള്ള പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റൂ. കുറേ ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ 3 കിലോമീറ്റർ 13 ഓടാൻ പറ്റുള്ളൂ എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ IRBയുടെ കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയാണുള്ളത്. സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ കൂടി കുറയും. ഏകദേശം നല്ലൊരു 5,000 അടുപ്പിച്ചുള്ള ഒരു മെയിൻ ലിസ്റ്റൊക്കെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ നിന്ന് ഫിസിക്കലൊക്കെ കഴിഞ്ഞ് ഏകദേശം 500-450 ഉള്ള ഒരു മെയിൻ ലിസ്റ്റ് വരാനുള്ള സാധ്യതയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ പഠിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫയർമാൻ എക്സാം ഇതിന് മുന്നേ വരുമെന്നാണ് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചത് ആഗസ്റ്റ് ആ ഒരു സമയത്തോട് പോകുന്നതാണ്. പക്ഷേ അതിന് മുന്നേ തന്നെ ഫയർമാൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും നമ്മളെ ബുദ്ധിമുട്ടിക്കാനാണ് PSC നോക്കുന്നത്. കാരണം സ്പെഷ്യൽ ടോപ്പിക്ക് ഒന്നിന് പഠിച്ചാൽ മതി എന്നുള്ള രീതിക്കാണ് അടുപ്പിച്ചടുപ്പിച്ച് എക്സാം ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്തായാലും നല്ല രീതിക്ക് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റു ഉദ്യോഗാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.